പെരിങ്ങോട്ടുകര വ്യാജ പീഡനക്കേസിൽ 6 പേർക്കെതിരെ ബംഗളൂരു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രിയുടെ മരുമകനെതിരെ വ്യാജ പീഡനക്കേസ് ചമച്ചെന്ന ആരോപണമുള്ള യുവതി ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പൂജയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന് വരുത്തി തീർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. ദേവസ്ഥാനം തന്ത്രി ഉണ്ണി ദാമോദരന്റെ മരുമകൻ അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന കേസിൽ ബംഗളൂരു സ്വദേശിനി രത്ന, തന്ത്രിയുടെ സഹോദരൻ ദേവദാസ്, മകൻ ശ്രീരാഗ്, മറ്റൊരു സഹോദരൻ വേണുഗോപാൽ, ബന്ധു സ്വാമിനാഥൻ, ഇയാളുടെ ഭാര്യ രജിത എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. മസാജ് പാർലർ ജീവനക്കാരിയാണ് രത്ന. ദേവസ്ഥാനത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബന്ധു പ്രവീണാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാരോപിച്ച് ഉണ്ണി ദാമോദരനും മകൾ ഉണ്ണിമായയും ചേർന്നാണ് പരാതി നൽകിയിരുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അരുണിനെ ആസൂത്രിതമായി കുടുക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 2 കോടിയുടെ ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തി. ഇതിൽ 9 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി പിടിച്ചെടുത്തു. രത്നയുടെ സഹായി മോണിക്ക, പാലക്കാട് സ്വദേശിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിപ്പുകാരനുമായ ശരത് മേനോൻ, ഇയാളുടെ സഹായി സജിത്ത്, ആലം എന്നിവരും അറസ്റ്റിലായിരുന്നു. വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കേസിൽ ചേർത്തിട്ടുള്ളത്. കേസ് വ്യാജമാണെന്നും രത്ന എന്ന സ്ത്രീയെ മുൻനിർത്തി മറ്റു ചിലർ അരുണിനെ കേസിൽ പെടുത്തുകയായിരുന്നുവെന്നും കാണിച്ച് ക്ഷേത്രം തന്ത്രിയുടെ മകൾ ഉണ്ണിമായി നൽകിയ പരാതിയിൽ ബംഗളൂരു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന് പിന്നിലെ വലിയ ഗൂഢാലോചന പുറത്തുവന്നത്. തുടർന്ന് കേസിൽ 8ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ബാക്കി പ്രതികളുടെ പേരിൽ പിന്നീട് കുറ്റപത്രം സമർപ്പിക്കും.